എന്റെ മോനെ ജോഷി. ഇത് കൂടുതലായിട്ട് ഞാൻ ഇപ്പം ജോഷിക്ക് സമയമില്ലല്ലോ. കൂടുതലായിട്ട് എന്റെ സഹോദരന് ഉണ്ടാവാൻ ഭയങ്കരമായിട്ട് അത്രയ്ക്ക് സൂപ്പറായിട്ട് ഇത് അറിയുന്നതാണ് ഞാൻ. ഹലോ ഹലോ. ഞാനൊരു പ്രയർ ഗ്രൂപ്പിന് വിളിക്കുന്നതാണേ. ജോഷു അല്ലേ? ജോഷിയാണ്, പറഞ്ഞോളൂ. അല്ല ജോഷി, അതെ അല്ലേ. എന്ത് ചെയ്യുന്നു ജോഷി? ഹലോ ഹലോ, ഇത് എവിടെന്നാ വിളിക്കണേ? ഞങ്ങള് കണ്ണൂര്. കണ്ണൂര്. ഏത് പ്രയർ ഗ്രൂപ്പാ? മരിയം മൂവ്മെന്റ് പ്രയർ ഗ്രൂപ്പ്. ജോഷി എന്ത് ചെയ്യുന്നേ? ഞാനൊരു സർവീസ് മീഡിയ ചാനലാണ്. അതെ അല്ലേ. തിരക്കാണോ? പറഞ്ഞോ. ഇത് പിന്നെ നമ്മുടെ എന്ത് ആവശ്യങ്ങൾക്കാണേലും, രോഗബന്ധനങ്ങളാണേലും, കടഭാരമാണേലും, സാമ്പത്തികമായിട്ടാണേലും, പിന്നെ ജോലിയോടനുബന്ധിച്ചാണേലും, എന്ത് സഹായമാണേലും പരിശുദ്ധ ദേവമാതാവിന്റെ ഒരു വലിയൊരു അനുഗ്രഹമുള്ള ഒരു പ്രയർ ഗ്രൂപ്പാണേ. അതിനെ ഇപ്പം അങ്ങനെ ഞങ്ങള് വിളിച്ച് അനേകര് അങ്ങനെ പ്രാർത്ഥന വേണ്ടി വിളിക്കുകയും പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്ത്. ഞാനാണെങ്കിൽ തന്നെ എനിക്ക് ഇതൊരു അനുഭവസ്ഥയാണ്. ഞാനൊരു ഡിസ്കിന് കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങനെ 1.5 വർഷം അടക്കടപ്പായിരുന്നു. അങ്ങനെ ഇങ്ങനൊരു പ്രയർ ഗ്രൂപ്പിന് നമ്പർ കിട്ടി, ഇങ്ങനെ വിളിച്ച് നല്ല അനുഭവമായിരുന്നു. ഇപ്പൊ എനിക്ക് മരുന്ന് പോലും അത് എന്നാ വെച്ചാൽ ദൈവം അത്ഭുതമായിട്ട് പ്രവർത്തിച്ചു. എന്നെ കാണിക്കാത്ത ഡോക്ടർമാരില്ല. മംഗലാപുരം മുതല് കണ്ണൂര്. ഇനി ഒരു കണ്ണൂര് ശ്രീകണ്ഠപുരം എന്ന് പറയും. നിങ്ങൾക്ക് ഇങ്ങനെ സ്ഥാപകരൊക്കെ ഉണ്ടോ ഇതിന്റെ? ആരെങ്കിലൊക്കെ ഒരാൾ ഉണ്ടാവുമല്ലോ. ഉണ്ട്. ഞങ്ങള് ഈ കേരളം മുഴുവനുണ്ട് ഇതിന്റെ ഗ്രൂപ്പിലുള്ള പ്രയർ ഗ്രൂപ്പിൽ. നടത്തണപ്പോ നേതൃത്വം നടത്തുന്നതാണെന്ന് വെച്ചാല് ഇത് പിന്നെ ഇത് വലിയൊരു ഞങ്ങൾ ആർസിയാണ്. പ്രാർത്ഥനാ ഗ്രൂപ്പ് തന്നെ കുറെ പേര് നിന്നിട്ട് അങ്ങനെ ഓരോരോ കൂട്ടങ്ങൾ, ഓരോരോ സ്ഥലങ്ങളില് ഓരോരോ കൂട്ടങ്ങൾ ആളുകളായിട്ട് അങ്ങനെ പ്രയർ ഗ്രൂപ്പ് നടത്തുന്നതാണ്. ഇത് അങ്ങനെ ഒരു ആരുടെയും കീഴിൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? ഓക്കെ, അങ്ങനെയാണ് വിശേഷം. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും ഞാൻ വിളിക്കാം കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ, പിന്നെ ഇതിലിപ്പോ എത്ര പേരുണ്ട് നിങ്ങളുടെ ഈ ഗ്രൂപ്പില്? ഞങ്ങള് ഗ്രൂപ്പിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് തന്നെ തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. സാധാരണ നമ്മള് ആരെങ്കിലും ഒരാൾ തുടങ്ങി വെക്കുമല്ലോ, നേതൃത്വം കൊടുക്കുന്നത്, അവരിൽ നിന്നായിരിക്കുമല്ലോ. അതുപോലുള്ള സ്ഥാപകരൊന്നും ഇല്ല അല്ലെ? ഇല്ല. ഇടവകയുണ്ടോ നിങ്ങൾക്ക് ഇതിന്റെ കീഴിലുള്ള? ഞങ്ങള് ആർസിയില ബൈബിളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അല്ലപ്പോ അച്ഛന്മാരൊക്കെ ഉണ്ടാവുമല്ലോ. അച്ഛന്മാരുണ്ട്. ഏതൊക്കെ തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ നേതൃത്വം? അങ്ങനെ ഉണ്ടോ? ബിനോയ് എന്ന് പറയാം അച്ഛൻ്റെ പേര്. ബിനോയ്. വീട്ടുപേരെന്താന്ന് എനിക്കറിയത്തില്ല. ബിനോയ് എന്ന് ഞങ്ങളുടെ അച്ഛന്റെ പേര്. നിങ്ങളിങ്ങനെ ഓരോരുത്തർക്ക് അംഗങ്ങളായിട്ടുള്ളവർ ഓരോരുത്തരെ വിളിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ? അത് തന്നെ വലിയൊരു അനുഭവം ജോഷി. ഭയങ്കര സംഭവമാണ്. അത്രയ്ക്ക് നല്ല എന്ന് വെച്ചാൽ ഇതന്നെ അവസാന കാലത്തെ രക്ഷയുടെ വലിയൊരു പദ്ധതിയായത്. ഭയങ്കര അനുഭവം എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, അത്രയ്ക്ക് സൂപ്പറായത്. നമ്മുടെ അവസാന 1 പത്രോസ് 2 പറയുന്ന അവസാന കാലത്തേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു രക്ഷയുണ്ടെന്ന്. അത് അവസാന കാലം. ഇപ്പൊ നമ്മുടെ ഈ എന്നാ പറയണ്ടേ, ഇത് നോക്കിയാൽ തന്നെ നമ്മുടെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ നമുക്ക് ഇത് അവസാന കാലത്തിന്റെ ഏകദേശം തുടക്കമാണ്. നേരത്തെയൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ, എന്തെല്ലാം സംഭവങ്ങളായി ഇപ്പൊ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ബൈബിളില് ഈ അവസാന കാലം എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ പുത്രനോ അത് അറിയില്ല, ദൈവത്തിന്റെ പുത്രന് പോലും അറിയില്ല. അങ്ങനെ അറിയാത്ത കാര്യം നമുക്ക് ഈ അവസാന കാലം എന്ന് പറയാൻ പറ്റും? ദൈവത്തിനല്ലാതെ മറ്റാർക്കറിയാം? അതെ അങ്ങനെയുണ്ട്. പക്ഷെങ്കില് എല്ലാം ഞാൻ പറയാത് എല്ലാം പരിശുദ്ധ അമ്മയ്ക്കറിയാം. എല്ലാ കാര്യങ്ങളും പുത്രന് പോലും അറിയല. പക്ഷെങ്കില് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയാണല്ലോ നമുക്കുള്ളത്. ഇത് ഭയങ്കര ഇതിന്റെ ഞാൻ പറയട്ടെ എന്റെ മോനെ ജോഷി. ഇത് കൂടുതലായിട്ട് ഞാൻ ഇപ്പം ജോഷിക്ക് സമയമില്ലല്ലോ. കൂടുതലായിട്ട് എന്റെ സഹോദരന് ഉണ്ടാവാൻ ഭയങ്കരമായിട്ട് അത്രയ്ക്ക് സൂപ്പറായിട്ട് ഇത് അറിയുന്നതാണ്. പഠിച്ചത് അവന് അത്രയ്ക്ക് വചനം കാണപ്പാടാണ്.
അവനോട് പിന്നെ ഞാൻ ജോഷിയോട് ഒരു ദിവസം സംസാരിക്കാൻ പറഞ്ഞോട്ടെ. മരിയൻ മൂവ്മെന്റ് അതാണ്, അത്രേ ഉള്ളൂ അല്ലേ? അല്ലാതെ അങ്ങനെ ഇല്ല അങ്ങനൊന്നുമില്ല. തൃശ്ശൂരൊക്കെ എന്താ ഇല്ല ജോഷി, ഇതെന്താന്ന് ചോദിച്ചാല് നമ്മൾക്ക് പിതാവുണ്ട്, പുത്രനുണ്ട്. തൃശ്ശൂരൊക്കെ ഉണ്ടോ? ഇല്ല, തൃശ്ശൂർ അങ്ങനെ ഞാൻ പറയാം, തൃശ്ശൂരെന്നല്ല, ഈ കേരളം മുഴുവനുണ്ട് ഈ സംഭവം. പിന്നെ പിന്നെ ജോഷി പിന്നെ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് എന്റെ സഹോദരനോട് ഞാനൊന്ന് പറഞ്ഞിട്ട് ജോഷിയുടെ നമ്പർ ഒന്ന് കൊടുത്തോട്ടെ. എനിക്ക് നമ്പർ തരിക, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഞാൻ ചിലപ്പോ തിരക്കായിരിക്കും, എനിക്ക് എടുക്കാൻ പറ്റണമെന്നില്ല, സമയം അങ്ങനെ ഇത്തിരി തിരക്കിലായിരിക്കും കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് ഉണ്ട്, ഈ നമ്പറിലേക്ക് ഷെയർ ചെയ്യാ, ഞാൻ വിളിച്ചോളാം. അങ്ങനെയാണ്. ആയിക്കോട്ടെ. ഈ നമ്പറിൽ ഷെയർ ചെയ്താൽ മതിയല്ലോ. മതി. ഓക്കെ, ശരി. എന്നാൽ അല്പസ്വല്പം ബൈബിളൊക്കെ വായിച്ചിട്ടുള്ള ആളായിരുന്നു ഈ ജോഷി. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ബൈബിളില് ഈ അവസാന കാലം എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ പുത്രനോ അത് അറിയില്ല, ദൈവത്തിന്റെ പുത്രന് പോലും അറിയില്ല. അങ്ങനെ അറിയാത്ത കാര്യം നമുക്ക് ഈ അവസാന കാലം എന്ന് പറയാൻ പറ്റും, ദൈവത്തിനല്ലാതെ മറ്റാർക്കറിയാം? അതെ അങ്ങനെയുണ്ട്. പക്ഷെ എല്ലാം ഞാൻ പറയാതെ ഉത്തരമില്ല ഇതിനൊന്നും. എല്ലാ കാര്യങ്ങളും പുത്രന് പോലും അറിയല. പക്ഷെങ്കില് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയാണല്ലോ നമുക്കുള്ളത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയാണല്ലോ നമുക്കുള്ളത്. ആര് എന്ത് എന്നൊന്നും അറിയില്ല. ലോകാവസാനത്തെക്കുറിച്ച് പിതാവിന് മാത്രമേ അറിയുകയുള്ളൂ, പുത്രന് പോലും അറിയില്ല എന്ന് വചനത്തിൽ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര അനുഭവമുണ്ടായ ചേച്ചിയുടെ വക. നേതൃത്വം നൽകുന്ന വികാരി ആര്? RC ആണെങ്കിൽ ഏത് ഇടവക? ജബ. ഇതിപ്പോൾ കണ്ണൂരിൽ നിന്നാണെന്നാണ് പറയുന്നത്. RC ബൈബിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ശബ്ദത്തിന്റെ ഉടമയും ഇത്തരം ഗ്രൂപ്പുകളും ഒന്നറിയുക, വിശ്വാസികളും. ഇടവക വികാരിയുടെ അറിവോടെ മാത്രമേ കത്തോലിക്ക സഭയിൽ പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഉള്ളൂ. ലോകാവസാനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ കൾട്ട് പ്രസ്ഥാനങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പ് തൃശ്ശൂരിലുണ്ടോ? അയ്യോ പാവം, തൃശ്ശൂരിൽ മാത്രമല്ല ലോകം മുഴുവൻ പരന്നു കിടക്കുകയാണെന്ന്. ഏതായാലും ഭയങ്കര അനുഭവമാണ്, സൂപ്പറാണ്. ഇവിടെയും ചോദ്യം ബാക്കിയാണ്, ഇവർക്ക് സ്വകാര്യ വ്യക്തികളുടെ നമ്പറുകൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നത് ആര് എന്ന്.